ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് സ്കൂളിലേക്ക് ഒരു എൻട്രി ഉള്ളത്? എല്ലാവർക്കും വരാം. ഓക്കെ, എന്താണ് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മടി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. ആർട്ട് തന്നെയാണ് മടി. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിന്ന് കരുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് മടി പഠിക്കാനാണെങ്കിൽ നമ്മുടെ സ്കൂളിലോട്ട് വരാം. ഇപ്പൊ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു 2 മണിക്കൂറിൽ കൂടുതൽ പണത്തിനായിട്ട് ജോലി ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണത്. എല്ലാവരും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ, താല്പര്യമുള്ളവർക്ക് മാത്രം. എല്ലാവർക്കും ഒരു മടിയനാവാൻ പറ്റില്ല. നിങ്ങൾ ഒരു വർഷമായിട്ടൊരു സുഹൃത്തുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാവും അയാൾക്ക്. അതേപോലെ തന്നെ ഒരു മടിയൻ എടുക്കുന്നത്. ഒരു മടിയന് മറ്റൊരു മടിയന് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നീയാണ് വരുന്നത് ചോദിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റും ഈ ഒരു സ്കൂളും അതൊക്കെ ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള ആ ഒരു മോട്ടീവ് എന്താണ്? അത് എപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ചെയ്യണം എന്ന് തോന്നിയത്? നിങ്ങൾക്ക് അല്പം കിറുക്കുണ്ടാവണം. ഹായ് എവരിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. നിങ്ങളിൽ എത്ര പേർക്കാണ് മടി ഉണ്ടെന്നുള്ള പേരിൽ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ചെറിയ വഴക്കൊക്കെ കേട്ടിട്ടുള്ളത്? മടി ഒരു മോശം കാര്യമാണെന്ന് ഇനി വിചാരിക്കേ വേണ്ട. ലോകത്തുള്ള എല്ലാ മടിയന്മാരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ മടിയന്മാർക്ക് വേണ്ടിയിട്ട് മടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഫൗണ്ടറായിട്ടുള്ള ജോഫർ ചേട്ടനാണ് എൻ്റെ ഒപ്പം എത്തിയിട്ടുള്ളത്. ജോഫർ ചേട്ടാ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. പറയൂ ചേട്ടാ, ചേട്ടൻ എത്രമാത്രം മടിയനാണ്? ഞാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മടി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. മടിയനാവാൻ ഒരു സ്കൂൾ എന്നാണ് സ്കൂളിന്റെ പേര്. ഓക്കെ. അപ്പോൾ അവിടേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. അത് ലൈഫിൽ എല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ, താല്പര്യമുള്ളവർക്ക് മാത്രം. എല്ലാവർക്കും ഒരു മടിയനാവാൻ പറ്റില്ല. മടി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. ആർട്ട് തന്നെയാണ്. അതെ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിന്ന് കരുതുന്നത്. അപ്പം നിങ്ങൾക്ക് മടി പഠിക്കാനാണെങ്കിൽ നമ്മുടെ സ്കൂളിലോട്ട് വരാം, അവിടെ താമസിക്കാം. അവിടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും AC റൂമും എന്റർടൈൻമെന്റുള്ള കാര്യങ്ങളും TV-യും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ? അതെ അതെ അതെ. അതെങ്ങനെയാണ് ഫ്രീയിലേക്ക് നമ്മൾ മടിയനാവുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഹാർഡായിട്ടുള്ളതാണല്ലോ. അപ്പൊ അവർക്ക് ആദ്യം കുറച്ച് സമാധാനമാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു സമാധാനത്തോടെ എന്ത് ചെയ്തിട്ടെ ഒന്ന് ചില്ല് ചെയ്യട്ടെ. അതിനുശേഷം ലൈഫിൽ ജോലിക്കായിട്ട് അല്ലെങ്കിൽ പണം സമ്പാദിക്കാനായിട്ട് 2 മണിക്കൂറിൽ കൂടുതൽ അധ്വാനിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡെയിലി ബേസിസിലാണോ? ഡെയിലി മിനിമം. ഇപ്പൊ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു 2 മണിക്കൂറിൽ കൂടുതൽ പണത്തിനായിട്ട് എന്ത് ചെയ്യരുത്, ജോലി ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണത്. ഓക്കെ. അപ്പൊ മടി എന്ന് പറയുമ്പോൾ ഈ ഒരു ഐഡിയയും കൂടെ ഉള്ളവരായിരിക്കണം അവര്. അതെ 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 അതെ. അപ്പോൾ ബാക്കിയുള്ള 80% സമയം ഈ കാണുന്ന എക്സ്പ്ലോർ ചെയ്യാനും കുറച്ച് മനസ്സിലാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഇടായിട്ടാണ് ഈ മടിയനാവാൻ ഒരു സ്കൂൾ എന്ന് നമ്മൾ പറയുന്നത്. അതെ. അപ്പോൾ ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് സ്കൂളിലേക്ക് ഒരു എൻട്രി ഉള്ളത്? അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ്, എയർ ഹോസ്റ്റസ്, അങ്ങനെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇവിടെ ഒരു എൻട്രി ഉള്ളത്? എല്ലാവർക്കും വരാം. ഓക്കെ, എന്താണ് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫിൽ നമ്മൾ കുറേ കാലം കൊണ്ടാണ് ഒരു വാല്യൂ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പഠിപ്പ് കഴിഞ്ഞു, പിന്നെ 3 വർഷം ഒരു കമ്പനിയിൽ പോയി, അല്ലെങ്കിൽ 3 വർഷം ഒരു സ്ഥാപനം തുടങ്ങി, പിന്നെ അടുത്തത് തുടങ്ങി, ഇങ്ങനെ ഒരു 50കളിലും 60കളൊക്കെ ആകുമ്പോഴാണ് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ഓക്കെ ആയിട്ടുള്ള ഫണ്ട് കിട്ടുന്നത്. ആ സമയത്തല്ല എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അത് യൗവനത്തിലായിരിക്കണം, ചില്ല് ചെയ്യണം. മനസ്സിലായില്ലേ? അത് ചില്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ അനുഭവങ്ങളും എക്സ്പീരിയൻസുകളും ഉണ്ടല്ലോ, നേരത്തെ ആക്കിയാൽ മതി. ഇത് നേരത്തെ ആക്കാനുള്ള ഒരു ഇടാണത്. ഒരു ഏർലി റിട്ടയർമെന്റ് പ്ലാൻ ആണോ സജസ്റ്റ് ചെയ്യുന്നത്? ഏർലി റിട്ടയർമെന്റ് എന്നൊക്കെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് എനിക്കൊരു ഐഡിയ ഇല്ല അതിനെ പറ്റിയിട്ട്. ഞാൻ ആ രൂപത്തിലല്ല കാണുന്നത്. ലൈഫില് അങ്ങനെ റിട്ടയർമെന്റ് ചെയ്യരുത്. കാരണം അങ്ങനെ ആവുമ്പോ നമ്മള് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കി ഇപ്പൊ കാണുന്ന എല്ലാ ചുറുചുറുക്കുള്ള ആളുകൾ ആരാ? രാഷ്ട്രീയക്കാരുണ്ടാവാം, ചിലപ്പോ സിനിമാക്കാരുണ്ടാവും. നമ്മുടെ ടീച്ചർമാർ നോക്കിക്കേ, എന്നും ഭയങ്കര യൂത്ത് ആവണില്ലേ? കാരണം അവർ ആ റിട്ടയർമെന്റ് സമയം വരെ അവിടെ ആക്റ്റീവാണ്. അപ്പൊ ആക്റ്റീവായിട്ടിരിക്കണം, റിട്ടയർമെന്റ് പാടില്ല. പകരം ഈ പണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 മണിക്കൂറേ ആവാൻ പാടുള്ളൂ. മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിലൂടെ പഠിച്ചു വന്നവരാണ് ഞാനിവിടെയുള്ള എല്ലാവരും. അത് നമ്മളെ പഠിപ്പിച്ച് വെക്കുന്നത് നമ്മൾ ഇന്ന കോഴ്സ് പഠിക്കുക, പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് പോവുക, ഇങ്ങനെ 9 to 5 വർക്ക് ചെയ്യുക, അങ്ങനെയാണല്ലോ. സോ നിങ്ങളുടെ ഈ ഒരു കൺസെപ്റ്റ് ഇതിന് എത്രമാത്രം എഗൻസ്റ്റ് ആണ്? വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ വരണം, ജോലിക്ക് പോകണം, അതിനിങ്ങനെ പഠിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
എത്രത്തോളം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഇവിടെ എനിക്കൊരു ക്യാമറാമാനെ പരിചയപ്പെട്ടു, എല്ലാവരും ഞാൻ പലരും പരിചയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവരുടെ ബയോഡാറ്റയിൽ എഴുതുന്നത് എന്താണ്? ഞാൻ തൊട്ട് മുമ്പത്തെ വർഷം ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്തു, 2 വർഷം ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്തു എന്നല്ലേ നമ്മളതിൽ എഴുതുന്നത്. അതിനെ തന്നെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് നോക്കിയേ. ഇന്ന കമ്പനിയിലെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് 3 മാസം കൊണ്ട് ചെയ്യുന്ന ഇന്ന പ്രൊജക്ട് ഞാൻ 2 മാസം കൊണ്ട് ചെയ്തു കൊടുത്തു, ഇന്നയിലുണ്ടെന്ന ബഗ്സ് ഞാൻ ഇങ്ങനെ മാറ്റി കൊടുത്തു എന്ന് പറയുന്നത് അയാളുടെ വാല്യൂവിനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. മറ്റേതെന്താണ്? അയാളുടെ സമയത്തിനാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത തവണ വേറൊരു കമ്പനിക്ക് വിളിക്കുമ്പോൾ പറയണം, ഞാൻ മൂലം ആ കമ്പനിയുടെ ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എനിക്കിപ്പോൾ 40,000 റുപ്പീസ് മതിയില്ല, എന്നിലൂടെ മിനിമം നിങ്ങൾക്ക് 20 lakhs ഉണ്ടെങ്കിലും ഏറ്റവും മിനിമം പ്രോഫിറ്റ് കിട്ടും, അപ്പോൾ എനിക്ക് 1 lakh വേറെ പറയാലോ. മനസ്സിലായി. ഈ രൂപത്തിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്യാമറാമാനെ പരിചയപ്പെട്ടു, അപ്പോൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കണം, അതിന് ശേഷം ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഗ്രഹമുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ആൾക്കറിയാത്ത പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാം. എങ്ങനെ ക്യാമറ ആംഗിള്, സംസാരിക്കുന്ന ബിഹേവിയർ, മുഖത്ത് ചലനങ്ങൾ, ഇതെല്ലാം ഇന്ന് തന്നെ കോണ്ടന്റുകളാക്കിയിട്ട് ആളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇന്നും ഇട്ട് കൊടുക്കണം. അപ്പം എന്തുണ്ടാവും? അയാളുടെ ക്യാമറ സെൻസ്, എടുക്കാനുള്ള ആംഗിള്, ഇത് നാളെ ഒരു സംവിധായകനോ ഒരു പരസ്യത്തിൻ്റെ ആളോ കണ്ടു തുടങ്ങും. അപ്പം അയാളെ തേടി ആൾ വരും. അയാളെ തേടി അങ്ങോട്ട് പോകണ്ട, അയാളെ തേടി ഇങ്ങോട്ട് അയാളുടെ കഴിവ് കണ്ടിട്ട് നമ്മൾ വിൽക്കല്ല, വാങ്ങിപ്പിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വാല്യൂവിനെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ട്രാവലിങ്ങിൽ ഒരു വക്കീലാവാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ കാണണ്ടായി. അപ്പോൾ വക്കീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വർഷത്തിനുള്ള റവന്യൂ ഉണ്ടാവുമെന്ന് അറിയോ? അറിയാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ 28 years ആയിട്ടുണ്ട്, എന്നാലും ഇന്റേൺഷിപ്പ് പോലെ കുറച്ച് എമൗണ്ട് ആണ് കിട്ടുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ മിനിമം 6 മുതൽ 7 വർഷം വരെ വേണമെന്നാണ് 2-3 പേരിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ നമ്മള് പഠിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ സിംഗിൾ ആണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ അതിനിടയിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ അത് കഴിഞ്ഞ് ഏകദേശം 40-45 വയസ്സാവും എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം എന്നെ എതിർത്തു. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. അപ്പൊ എങ്ങനെയാ അത് എയർലി ആക്കാൻ പറ്റുക? ആലോചിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ആ സമയത്തല്ലേ നമുക്കതിന് പേ ഔട്ട് ആവുള്ളൂ. അപ്പം ഞങ്ങളുടെ അടുത്ത് വക്കീല് അവൻ പഠിക്കുന്ന 2-3 പേര് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അവരെന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്ക് ഈ ഒരു കാലയളവ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ അവിടെ നിൽക്കുന്നത്? ഇപ്പൊ അടുത്ത് സംസാരിച്ചിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളൂ, 2-3 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഞാനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, അവർ പഠിക്കുന്നിടത്ത് പഠിച്ചോട്ടെ. ഇവർക്ക് ഒരുപാട് ലോകൾ അറിയാം, നമ്മൾക്ക് അറിയാത്ത ഒരുപാട് ലോ അറിയാം ഇല്ലേ? ഈ ലോകൾ ഇവരെന്ത് ചെയ്യുന്ന ഒരു ഇൻഫോർമേറ്റീവ് പോലെ കോണ്ടന്റ് ഇടാൻ പറഞ്ഞിരിക്കണം. ഇപ്പോൾ അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരു ഇൻഫോർമേറ്റീവ് പോലെ ഇല്ലേ? കുറെ കാര്യം കഴിയുമ്പോൾ എന്താണ്ടാവുക, ആ ചോദ്യങ്ങൾ ചോദിച്ച ആൾക്കാർ വരില്ലേ? അപ്പൊ ഇവര് എന്ത് ചെയ്യണം? ഇവര് ലാസ്റ്റ് പഠനം പൂർത്തിയായിട്ട് എക്സ്പീരിയൻസിന് വേണ്ടി ജോലിക്ക് പോവില്ലേ? ആ വക്കീലിനോട് എന്നെ അവിടെ എക്സ്പീരിയൻസും ചേർക്കണം എന്നല്ല പറയേണ്ടത്. എനിക്ക് ഒരു ദിവസം 3ഓളം ക്ലയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എൻക്വയറി വരുന്നുണ്ട്. ഈ ക്ലയൻസിന് ഞാൻ സാറിന് തരാം, പക്ഷെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? 50,000 റുപ്പീസ് പേ ചെയ്യണം. മനസ്സിലായി. പറയാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറയാൻ പറ്റില്ലേ? അപ്പൊ അതൊരു എയർലി അല്ലേ? ഇത്തരത്തില് എല്ലാത്തിനും എങ്ങനെ എവിടെയെങ്കിലും വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. പക്ഷെ പലർക്കും അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിത് എന്നെ ആർക്കും പറഞ്ഞു തരാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം എന്ത് ചെയ്തിരിക്കുകയാണ്, കണ്ടുപിടിച്ച് ഞാൻ അവിടെ തുടങ്ങിയിരിക്കുകയാണ്. കാരണം നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ പല സംരംഭമൊക്കെ തുടങ്ങി 2-3 വർഷം കഴിഞ്ഞ് അത് പൊട്ടിപ്പോയി. എപ്പോഴെങ്കിലൊക്കെ സാധാരണ ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടി അങ്ങോട്ട് സംരംഭമൊക്കെ തുടങ്ങി ഒരു 6-7 ലക്ഷം, ഒരു 8 ലക്ഷം രൂപയ്ക്ക് 22 വയസ്സിൽ 23 വയസ്സിൽ കട ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവന്റെ 10 വർഷം പോക്കാ. കടം വീട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളായിരിക്കും, പിന്നെ ജീവിതം എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും കഴിഞ്ഞു കഥ. അപ്പോഴേക്കും അടുത്ത പ്രശ്നമായി, ഇപ്പുറത്തെ പ്രശ്നമായി, കഥ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? നിങ്ങൾ വായു. അല്ല, കുറെ കടങ്ങളുള്ള ഒരാള്, ഒരു 10 ലക്ഷം രൂപയുടെ കടങ്ങളുള്ള ഒരാള് അവിടെ എത്തുവാണ്. 83 ലക്ഷമുള്ള ഒരാള് 1.5 വർഷം മുമ്പ് വന്നിട്ട് 30 ലക്ഷം രൂപ ആക്കി കുറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലോണൊക്കെ എങ്ങനെയായിരിക്കും അടഞ്ഞത്? അത് ലോൺ എന്ന് പറയണല്ലേ, ലോൺ കരുതിക്കൂട്ടി അല്ലാത്ത ലോൺ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിന് നമുക്ക് ഇൻഫോർമേഷൻ കൊടുക്കാം. നമുക്ക് പലപ്പോഴും ലോണ് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ലെറ്റർ വരും ഇല്ലേ? ലെറ്റർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മള് പോയിട്ട് ബാങ്കിൽ മാനേജർ പോയി കാണും, എന്നിട്ട് പറയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പൊ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റോളായിരിക്കും ഇല്ലേ? നമ്മൾ അതേ ബാങ്കിൽ ലെറ്റർ അയക്കുക,
എനിക്ക് ഇന്ന പ്രശ്നം കാരണം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇന്ത്യയിലെ പൗരനാണ് ഏറ്റവും വില കൂടിയത്. ഓക്കെ, ആ ബാങ്കിന് തിരിച്ച് പറയാം എനിക്ക് ഇന്ന കാരണം കൊണ്ട് 2-3 വർഷത്തേക്ക് അടയ്ക്കാൻ പറ്റില്ല, അതിനുശേഷം എനിക്ക് ഇത്ര രൂപ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് സമ്മതിക്കും ഉറപ്പായിട്ടും. അപ്പൊ ബാങ്കുമായിട്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറൊരു ഡോക്യുമെന്റ് എന്ത് ചെയ്താൽ മതി, അവർക്ക് മെയിൽ അയക്കി കൊണ്ടുവന്ന് കൊടുക്കുകയോ ചെയ്താൽ മതി, അവരത് റിസീവ് ചെയ്തൊന്നും നിങ്ങൾ എന്ത് ചെയ്താൽ മനസ്സിലാക്കിയാൽ മതി. അതായത് ഏത് കൈൻഡ് ഓഫ് പേഴ്സണൽ ലോൺ ആണെങ്കിലും മന്ത്ലി ഇതൊരു കാശ് ഉണ്ടായിട്ട് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. അല്ല, കാശില്ലാത്ത ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഏത് തരം ലോണോ എന്തോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് ആ സമയം നീട്ടി കൊടുത്തിട്ട് നമ്മൾ ആ സമയം കൊണ്ട് ഈ ആളെന്നെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ ഈ ലോണൊക്കെ അടയ്ക്കാനിടയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റിയ അയാൾക്ക്? അപ്പൊ എന്തായാലും അവിടെ നിൽക്കുന്ന ഒരു 3 വർഷം കൊണ്ട് ഈ ലോൺ അടയ്ക്കാൻ മാത്രം പ്രാപ്തനായിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷെ 1 വർഷം കൊണ്ട് തന്നെ അവർ തന്നെ ഞാൻ ആരുടെ എംപ്ലോയർ അല്ല, അവര് തന്നെ അവരുടെ സ്കില്ല് മനസ്സിലാക്കി കണ്ടെത്തി. ഇപ്പോ താങ്കളെ പോലെ തന്നെ സോഫ്റ്റ്വെയർ മേഖലയുള്ള ഒരാൾ അവിടെ ഉണ്ട്. ഞാനും കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് തോന്നുന്നു. അയാൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം കൊടുത്തു. ആൾ 21ാമത്തെ വയസ്സില്. ഓക്കെ, 10 ലക്ഷം രൂപ ഒരാളിൽ നിന്ന് വേറെ അങ്ങനെ വാങ്ങിച്ച് കടം വാങ്ങിച്ചു കൊടുത്തു. ഇയാൾ നാട് വിട്ടുപോയി. ഓക്കെ, ഈ കടം മുഴുവൻ ഈ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിട്ടുള്ള അവന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ മൊത്തം 33 ലക്ഷം രൂപ അതന്നെ എന്ത് ചെയ്യേണ്ട വന്നു, ആവശ്യമൊന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അവൻ പറയാന്ന് വെച്ചാല് ഇപ്പൊ അവന്റെ കൂടെ സോഫ്റ്റ്വെയർ പഠിക്കുന്ന ആളുകൾക്ക് 25,000, 30,000, 40,000 രൂപയാണ് മാക്സിമം കിട്ടുന്നത്. ഓക്കെ, അവന് ഇപ്പോൾ അവന് 1.5 ലക്ഷം രൂപയാണ് അവന്റെ ബുദ്ധിക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നത് വാങ്ങുന്നത്. ജോലി ചെയ്യണില്ല. ജോലി ചെയ്യുന്ന ഒരാളുടെ കീഴിൽ എംപ്ലോയർ അല്ല, എംപ്ലോയി അല്ല, ഒരു ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റിലായിട്ട് ചില സംരംഭകർക്ക് ചില സോഫ്റ്റ്വെയറുകളോ ചില വെബ്സൈറ്റുകളോ ചില പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓണറുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന ഒരു അനലിസ്റ്റ് പോലെ എന്ത് ചെയ്തു അവനെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് പറയണ. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തിലെ എല്ലാവരിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വാല്യൂ ആഡ് ചെയ്യാം. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്, അങ്ങനെ എല്ലാവരെയും ഒന്നും എടുക്കില്ല, അവർ കുറച്ച് ക്രൈറ്റീരിയ ഉള്ള ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ടെന്ന്. അങ്ങനെ പ്രോസസ് ഉണ്ടോ? അതോ ഞാൻ ചിന്തിക്കുന്നറിയോ, എനിക്ക് നിങ്ങൾക്ക് ഒരാളെ കണക്ട് ആയി, നിങ്ങൾക്കൊരു സുഹൃത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ സുഹൃത്തിന് നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു സ്വഭാവത്തിൽ കണക്ഷൻ ഉണ്ടാവും, അല്ലാണ്ട് ഒരു സുഹൃത്താവില്ല. നിങ്ങൾ ഒരു വർഷമായിട്ടൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാവും അയാൾക്ക്. അതേപോലെ തന്നെ ഒരു മടിയൻ എടുക്കുന്നത്, ഒരു മടിയന് മറ്റൊരു മടിയനെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നീയാണ് വരുന്നതെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള മടിയന്മാരും മടിയത്തികളും എന്ത് ചെയ്യും, നിങ്ങളായിട്ട് സംസാരിക്കും. ഓക്കെ, എന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ ആദ്യം ഒരു ദിവസം അവിടെ നിൽക്കാൻ പറയും, എന്നിട്ട് വീട്ടിൽ പോകാൻ പറയും. അല്ലാതെ നമുക്ക് റീസണിങ് അങ്ങനത്തെ നിൽക്കുക, 1-2 ദിവസം നിൽക്കുക. ചിലപ്പോൾ ഇത് കണക്ട് ആവും, കണക്ട് ആയാൽ നിൽക്കുന്നു, അത് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാം. ഒരു 2 ആഴ്ച ശേഷം വീണ്ടും വരിക, ഒരു 3-4 ദിവസം നിൽക്കുക, വീണ്ടും തിരിച്ചു പോവാം. ഓ അങ്ങനെയാണല്ലേ? അതായത് ആഴ്ചയിൽ ഒരു എത്ര ദിവസം അങ്ങനെയൊക്കെ നിന്ന് ആ റാമ്പോ റെഡി ആവാൻ നോക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെയുള്ള ആർക്കെങ്കിലും കണക്ട് ആയാൽ 3ാമത്തെ ആൾക്ക് കണക്ട് ആവാം. അത്രേ ഉള്ളൂ. കൊള്ളാം. അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു സ്ഥാപനത്തിൽ? അത് അവിടെ ആരും നോക്കാനില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു കാര്യം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കാലത്ത് അവിടെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി വന്ന് ഇവർക്ക് എത്ര പേരുണ്ടോ അവർക്കുള്ള 3 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെക്കും. അതാണ് ആ ചേച്ചിയുടെ ഉത്തരവാദിത്തം. എത്ര പേരുണ്ടെന്ന് ഇങ്ങനെ നോക്കും, 2 റൂമിലൊക്കെ പോയിട്ട് നോക്കും. ഇവർ ചിലപ്പോൾ പിറ്റേ ദിവസം 3 മണിക്കാണ് കിടന്നിട്ടില്ലെങ്കിൽ എണീക്കുന്ന സമയം വ്യത്യാസമായിരിക്കില്ലേ? അപ്പോൾ 12 മണിക്കായിരിക്കാം, 1 മണിക്കായിരിക്കാം. അതങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആൾക്ക് ഇന്ന സമയമൊന്നുമില്ല, അവരവരുടെ ഇഷ്ടമുള്ള അവർ പോണു, അങ്ങനെയാണത്. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് ഒന്നുമില്ല, അങ്ങനെ അവിടെ ഒന്നുമില്ല, ടീച്ചറും ഇല്ല, ഒന്നുമില്ല. റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളിലേക്ക് അവരെന്നെ വിടുക എന്നുള്ളതാണ്. എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് 18ാം പടി സിനിമയാണ്, മമ്മൂട്ടിയുടെ സിനിമയാണ്. അതിൽ 10th 12th കഴിഞ്ഞ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടി, ഇപ്പോൾ സയൻസിലൊക്കെ നമ്മൾ ഓരോ എക്സ്പെരിമെൻ്റലായിട്ട് റിസൾട്ട്സ് ഒക്കെ കാണാപ്പാടം പഠിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പോകാറുള്ളത്. പക്ഷെ അവരത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. പറമ്പിൽ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവരായിട്ട് കണ്ട് ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കുമല്ലോ. എനിക്ക് അതുപോലെ തോന്നുന്നു. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതില് ബിഗ് 4ൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, MNCയിൽ വർക്ക് ചെയ്ത ആളുകളുണ്ട്, ഇതില് CBI വിരമിച്ച ആളുകളുണ്ട്, പോലീസുകാരുണ്ട്, സർക്കാർ ജീവനക്കാരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള 700 പേരുടെ ഒരു കൂട്ടായ്മയാണത്.
ഓക്കെ 700ഓളം ആളുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പൊ അവരുടെ ഇടയിലൂടെയുള്ള സഞ്ചാരം ഒരു മനുഷ്യനെ മാറ്റം എന്തായാലും എന്ത് ചെയ്യും, സൃഷ്ടിക്കും. സ്വാഭാവികമാണ്. നമ്മൾ പറയില്ലേ, നമ്മളുടെ ഇടയിൽ 3 പേരുടെ ഇടയിൽ ഒരു ഓട്ടക്കാരനുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടക്കാരനാവും. നിങ്ങളുടെ ഇടയിൽ 4 പേരിൽ 3 ആളൊരു ഫുഡി ആണെങ്കിൽ നിങ്ങൾ ഫുഡി ആവും. നമ്മുടെ കൂടെയുള്ള 4 പേരുടെ ആവറേജ് ആയിരിക്കും നമ്മൾ എന്ന് പറയുന്ന പോലെ ഇതില് വ്യത്യസ്തമായ ആൾക്കാരുടെ കൂടെ നമ്മളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തകളും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇത് വേറെ സിമ്പിൾ കോമൺ സെൻസ് ആണ്. അതിന് എനിക്കൊരു ഇടം കിട്ടിയില്ല, ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇടം. അതാ ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഇങ്ങനൊരു കൺസെപ്റ്റും ഈ ഒരു സ്കൂളും അതൊക്കെ ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള ആ ഒരു മോട്ടീവ് എന്താണ്? അത് എപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നിയത്? അതെന്ന് വെച്ചാല് ഞാൻ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അക്ഷയ സംരംഭകനാണ്. ഓക്കെ. അപ്പോൾ 18 വയസ്സ് തുടങ്ങി ഒരു 20 വയസ്സായപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനമൊക്കെ ഓട്ടോമേറ്റ് ചെയ്തു. ഞാനില്ലാണ്ട് തന്നെ വർക്ക് ചെയ്യാവുന്ന രൂപത്തിൽ. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഒരു സംരംഭകനാവണമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുകിട കുറേ സംരംഭങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴെനിക്ക് അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ടേൺ ഓവറുള്ള ഏകദേശം 100 കോടിക്ക് മുകളിൽ ഒരു 20,000 കോടി ടേൺ ഓവറുള്ള സംരംഭകരോട് താമസിക്കുകയും അവരുടെ കൂടെ ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഒരാൾക്ക് ഉറക്കമില്ല, ഒരാൾക്ക് മനസ്സമാധാനമില്ല. ഞാൻ കണ്ടവർക്ക് ആർക്കും ഇല്ല. അപ്പം ഞാനത് എന്ത് ചെയ്തു, അടച്ചു വെച്ചു. ഞാനൊരു സംരംഭകനാവണ്ടെന്ന് തീരുമാനിച്ചു. അന്ന് ഞാൻ നിർത്തി വെച്ചതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതിയല്ലോ എന്ന്. യഥാർത്ഥത്തിൽ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യുണീക്കായിരിക്കണം, നിങ്ങൾക്ക് അല്പം കിറുക്കുണ്ടാവണം. ഓക്കെ, ആ കിറുക്ക് അല്പം എന്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾ എപ്പോഴും ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാമെന്നും എങ്ങനെ എളുപ്പത്തിൽ കളയാമെന്നായിരിക്കും ആലോചിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ആലോചിക്കുന്നവർക്ക് അന്ന് എനിക്കൊരു ഇടണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ വീട്ടിലൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെന്താ പറയണമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതെനിക്ക് പറയാനും സ്ഥലമില്ലാണ്ടായി. അപ്പം ഇങ്ങനെ പറയാനുള്ളവർക്ക് ഇടം വേണ്ടേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പം ആ ഇടം ഞാൻ എന്ത് ചെയ്തു, ഒരിക്കലും എനിക്കില്ലാത്ത ഒരു ഇടത്തിനെ ഞാൻ തന്നെ ഉണ്ടാക്കി. അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഏകദേശം എത്ര ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും? 700-ഓളം പേരുടെ ഒരു കൂട്ടായ്മയാണത്. പലരുടെയും ലൈഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മോട് സംസാരിക്കാതെ പറയാറുണ്ട്. അവർ പലരും ജോലി ഉപേക്ഷിച്ച് സ്വന്തം പ്രൊഡ്യൂസ് ചെയ്തവരുണ്ട്. വന്നവരിൽ പലരും എന്താ പറയുക, 10,000-15,000 രൂപയ്ക്കൊക്കെ ചെയ്തവർ ഇന്ന് 2 ലക്ഷം, 1.5 ലക്ഷം, 3 ലക്ഷം. ഏതെങ്കിലും ഒരു കേസ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കേസ് പറയാമോ? ഒരു ബിടെക്കുകാരനാണ്. ഓക്കെ. അപ്പോൾ അയാളുടെ സമാനമായ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ബിടെക്കിൽ ജോലിയും പുറമേയൊക്കെയാണ് ചെയ്യുന്നത്. അയാൾക്ക് ഭയങ്കര ട്രാവലിംഗ് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഓക്കെ. ഈ ട്രാവലിംഗ് ഇഷ്ടവും ഇതും കൂടി എന്താവണില്ല, മാച്ച് ആവണില്ല. ജോലിക്ക് പോകുന്നത് മാച്ച് ആവണില്ല. അങ്ങനെ ആളെന്ത് വെച്ചാൽ ലിങ്ക്ഡിൻ എന്ന സംഭവത്തിൽ ബിസിനസ് കോൺസെപ്റ്റുകൾ പറയുന്ന ഒരാളായിട്ട് ആളെന്ത് ചെയ്തു, മാറ്റി. ഓക്കെ. ലിങ്ക്ഡിനിലെ ജോലിക്ക് കയറി. അല്ല, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ബിസിനസിന്റെ പുതിയ ആശയങ്ങൾ പറയുന്ന ഒരാളായിട്ട് ആൾക്ക് തോന്നി അത് നല്ലതെന്ന്. ഓക്കെ. അയാൾ സ്വന്തമായിട്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ തുടങ്ങി, അതിൽ പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് അവനെ ഇഷ്ടമായതെന്ന് വെച്ചാൽ, പിന്നീട് അത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊരു ആശയം ഉണ്ടാക്കണം എന്നുള്ളതല്ലേ. അപ്പൊ അയാൾ അതിന് വേണ്ടി ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്തു. ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്തു. ഏജന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ചിന്തകളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്ലോബലിൽ എവിടെയാണോ ആശയങ്ങളോ അതൊക്കെ പോയി നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടി കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇത് ഫിസിക്കൽ ആളുകളല്ല, ഇതിനെ ഏജൻസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ. അവന് വേണ്ടി ഒരു ഏജന്റിനെ തയ്യാറാക്കി. എല്ലാ ദിവസവും കാലത്തും വൈകിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അതിൽ കോണ്ടന്റ് പോകുന്നുണ്ട്. ജനങ്ങളൊക്കെ വിചാരിക്കുന്നത് മിസ്റ്റർ അയാൾ ചെയ്യുന്നതാണെന്നാണ്. ഇപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ആള് അത് മാറ്റിയിട്ട് ഒരു പ്രത്യേക ജോണറിലേക്ക് മാത്രം അത് മാറ്റിയെടുത്തു. ഓക്കെ. ഇന്ന ജോണറിൽ പറയുന്ന ഒരാളായിട്ട്. അപ്പൊ ഒരുപാട് പേര് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട് ലോകത്താകമാനായിട്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു സ്മാർട്ട്നെസ് ആണ്. ഈ ഗ്രോത്ത് എനിക്ക് എന്ത് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി. അപ്പോൾ AI ടൂള് അദ്ദേഹം തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് AI ടൂൾ ഇപ്പൊ ആർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാം, അതിന് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ മാനറിസും ചിന്താഗതിയൊക്കെ അയാളെ പഠിപ്പിച്ചു. മനസ്സിലായോ? അയാളുടെ റിപ്ലിക്കേനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പൊ അതിൽ വരുന്നൊന്നും അയാളുടെ കോണ്ടന്റ് അല്ല യഥാർത്ഥത്തില്, പക്ഷെ അയാളുടെ ചിന്തകൾക്കനുസരിച്ചാണ് വരുന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കരുതുന്നത്. അപ്പൊ ആ ഏജന്റിനെ പഠിപ്പിക്കാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ആളുടെ സമയം ചെലവഴിക്കുന്നത് എന്ന രൂപത്തിൽ ഒരുപാട് സാധ്യതകളും സംവിധാനങ്ങളും ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും ചെയ്യാം. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം. മനസ്സിലായി. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നമ്മുടെ വേൾഡ് ഏറ്റവും കൂടുതൽ ഒരു
റേസ് ചെയ്യുന്ന ഒരു വേർഡാണല്ലോ AI എന്നുള്ളത്. ആ അപ്പോൾ ഇപ്പോൾ ജോലി വേണമെങ്കിൽ തന്നെ മിനിമം ഒരു AI ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ വരുവാണെങ്കിൽ നമുക്ക് അതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണോ പ്രോമിസ് ചെയ്യുന്നത്? ഞാൻ ഒരു പർട്ടിക്കുലർ വിഷയം എന്നല്ല ചിന്തിക്കുന്നത്. ഏത് മേഖലയിലാണോ താങ്കൾക്കോ അല്ലെങ്കിൽ ആർക്കോ സ്കില്ലുള്ളത് അതിനെ എൻഹാൻസ് ചെയ്യാം, അതിൽ വാല്യൂ ഉണ്ടാക്കുക, ആ വാല്യൂവിനെ മണിയായി കൺവേർട്ട് ചെയ്യുക. അതിൽ ഇന്ന പോർഷൻ എന്നുള്ളില്ല. അതായത് വിജയിച്ചവർക്ക് വിജയിച്ച സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും യഥാർത്ഥത്തില്. കാരണം അവര് 500 എണ്ണോ 600 എണ്ണോ പരാജയപ്പെട്ടിട്ടായിരിക്കും ആ ഒരെണ്ണം വിജയിച്ചിട്ടുണ്ടാവുക, അല്ലെ? സ്വാഭാവികമാണല്ലോ. അപ്പൊ അവർക്ക് പറയാണ്ടാവുക പരാജയത്തിന്റെ കഥയായിരിക്കും കൂടുതൽ. വിജയിച്ച ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു സാധനം പഠിക്കുകയാണെങ്കിൽ അവർക്ക് പറയാണ്ടാവുക വിജയിച്ച കഥയായിരിക്കില്ല. അവര് മുൻപ് പരാജയപ്പെട്ട 100-200 കഥകളായിരിക്കും പറയണ്ടാവുക. ഇത് നിങ്ങളുടെ വിജയം എളുപ്പത്തിലാക്കും. മനസ്സിലായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളതാണ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു ലോൺ എടുത്ത് വെക്കുക, പിന്നെ ഒരു ജോലി ചെയ്യുക. ഈ ജോലി മൊത്തം ചെയ്യുന്നത് ഈ ലോൺ അടച്ച് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് വേണ്ടി കുറേ ലാവിഷായിട്ട് ജീവിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ സ്കൂളിൽ വന്നാൽ സാധിക്കുമോ? ഞാൻ പറയുന്നത് 30 വയസ്സ് വരെ നിങ്ങൾ സമ്പാദിക്കരുതെന്നാണ് ഇതിനോട് ചോദ്യത്തിന് ഉത്തരം. എല്ലാവരും സമ്പാദിക്കാന്നല്ല പറയുന്നത്, 30 വയസ്സ് വരെ നിങ്ങൾ സമ്പാദിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ചില 30 വയസ്സ് വരെയുള്ള പൈസ നിങ്ങൾ നശിപ്പിച്ച് അങ്ങോട്ട് കളയണം, അടിച്ച് പൊളിച്ചങ്ങോട്ട് കളയണം. മനസ്സിലായില്ലേ? അത് കാണാനുള്ളത് കാണണം, കഴിക്കാനുള്ളത് കഴിക്കണം എന്നൊക്കെ ഉള്ളത് അങ്ങോട്ട് ചെയ്യണം. ഇത് പിന്നെ എപ്പ ചെയ്യാനാ? അതിപ്പോ ഏത് അതായത് ഇപ്പൊ മിഡിൽ ക്ലാസ് ആണെങ്കിലും പുവറായിട്ടുള്ളവരാണ് ആരാണെങ്കിലും 30 വയസ്സ്. പിന്നെ എന്തിനാ അവിടേക്ക് വന്നേ? എന്തിനാണ് ഈ ലോകത്തോട്ട് വന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഇതൊരു ലൂപ്പിൽ നമ്മളെ കൊണ്ടുപോയിട്ടാണ്. നിങ്ങൾ ഇന്നത് ചെയ്യണം, നിങ്ങൾ കുറച്ച് ഇങ്ങനെ സേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉള്ള ട്രാൻസാക്ഷൻ ഫീ എന്ത് ചെയ്യാണ്? കുറയ്ക്കണം. അപ്പൊ പിന്നെ മാസം ഒരു സാധാരണ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു 30 രൂപ 40 രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ EMI മറ്റേ EMI എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇൻഷുറൻസ്, അത് മറ്റേ ഹെൽത്ത്, ഇതൊക്കെ മിനിമൽ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ഒരു മനുഷ്യൻ ആകെ കൂടി വേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ആ സമയം വരെ ആ ഹെൽത്ത് ഇൻഷുറൻസ് കഴിഞ്ഞ് ആ സമയം നിങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷം കൊണ്ട് എടുത്തു വെച്ചിട്ടുള്ള 15,000 രൂപ ഒരു വർഷം കൊണ്ട് കിട്ടുന്ന 1.5 ലക്ഷം രൂപ ഒരു മതിൽ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം ഒരു മതിലുമ്പ് തീർന്നു, ഇല്ലേ? അടുത്ത വർഷം ഒരു സൈക്കിളുമ്പ് തീർന്നു, അല്ലെങ്കിൽ ഒരു ബൈക്കുമ്പ് തീർന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അത് വിചാരിച്ചിട്ട് 30 അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൂടുതൽ വാല്യൂ ഉണ്ടാക്കുക. പണത്തിനല്ലേ ഉണ്ടാക്കുന്നത്, വാല്യൂവിനെ കൂട്ടാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്ന പോലെ ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്, അടുത്ത വർഷം കിട്ടാൻ പോകുന്നത് ഇതെല്ലാം കൂടി സൂക്ഷിച്ചിട്ട് ഇപ്പോൾ 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം 1 കോടി മുകളിലാവാം. മനസ്സിലായി. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന എല്ലാവരിലും ഒരാളാവണം. ഒരു നോർമൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല, അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയില്ലേ, അങ്ങനെ എല്ലാവർക്കും കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ലക്ഷറിയസ് കൈൻഡ് ഓഫ് ലൈഫ് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സർക്കംസ്റ്റൻസസ് കാരണം നമുക്ക് ആർക്കും അത് ആ ഒരു മാത്രമൊന്നുമില്ല. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ സംവിധാനവും നമ്മുടെ ചിന്തകളും കൂടി ഇതിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഡ്രോബാക്സ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാണുന്നത്. ഞാൻ അത് അത്രയ്ക്കൊന്നും പറയാനായിട്ട് എനിക്ക് പോരായ്മ നികത്തണം തോന്നിക്കാണല്ലോ. എനിക്ക് ചിന്തിക്കാനുള്ളത് വെച്ചാല് എവിടെയാണ് ഫിനാൻസ് മാനേജ്മെന്റ് പറയുന്നത്? പോയിന്റ് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്നാ പുറത്തങ്ങടെ ഇറങ്ങിയ പിന്നെ എന്തിട്ടാണുള്ളത്? അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നണ അവിടെ നിന്ന് മുതൽ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു വളരെ ചെറിയ ക്ലാസ്സിൽ മുതൽ തന്നെ ഫിനാൻസ് മാനേജ്മെന്റ് എങ്ങനെയാണോ, ഇപ്പോൾ പുറം രാജ്യത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 7ലോ 8ലോ ഒക്കെ പഠിക്കുന്ന കുട്ടീനെ എന്തെങ്കിലും ചെറിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരെ മാതാപിതാക്കൾ അവർക്ക് പൈസ കൊടുക്കുന്നു. ഓക്കെ, ഒരു 100 രൂപ എന്ന് വിചാരിക്കുക. അങ്ങനെ പറയും 30 രൂപ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക, 30 രൂപ ചാരിറ്റിക്ക് ഉപയോഗിക്കുക, ഓക്കെ, 30 രൂപ സേവ് ചെയ്യാൻ ഉപയോഗിക്കുക. ഇങ്ങനെയാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ 3 ബോക്സ് ഒക്കെ ഉണ്ട് ഇത്രേ. അപ്പൊ തന്നെ നമുക്ക് ഇത് നമ്മുടെ ഒരാളെ സഹായിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന സാധനം, ഒരു എമ്പതി ക്രിയേറ്റ്. മറ്റൊന്ന് അവർക്ക് എക്സ്പെൻസ് ചെയ്യേണ്ട ആവശ്യം വരികയാണ്. അപ്പോൾ അവർ എക്സ്പെൻസ് ചെയ്യുമ്പോൾ അവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്കില്ലും കൂടി വരികയാണ്. ഇത് നമ്മളാണ് പറയുന്നത്, നിങ്ങളിത് വാങ്ങിച്ചാൽ മതി, അത് കൊടുത്താൽ. അപ്പൊ അതൊക്കെ ചെറുപ്പത്തിൽ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മാനേജ്മെന്റ് വരണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ നടക്കും അതൊന്നും എനിക്കറിയില്ല.
നിലവില് സംവിധാനം ഇല്ല. അല്ല, ഇപ്പോ ജോഫ്രേഡിന്റെ മടിയന്മാരുടെ സ്കൂളില് കുറെ സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഒരു മണി മാനേജ്മെന്റ് സാധനങ്ങളും ഞാൻ ചെലവാക്കാനാണ് പഠിപ്പിക്കുന്നത്. ചെലവാക്കാൻ, അതായത് 30 വയസ്സിന് അല്ല, അതും താഴെയുള്ളവരും അവിടെയൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് എക്സ്പെൻസ് ചുരുക്കാനല്ല, വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ അടിച്ചു പൊളിച്ച് കിടക്കുക. അപ്പൊ അതിനൊക്കെ കൂടുതൽ എന്ത് ചെയ്യാ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കറക്റ്റായി തേറിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഇങ്ങനെ ആവണമെന്നൊന്നും പറയണില്ല. പറ്റുന്നവർ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളോട് പോന്നോ, നമുക്കതാക്കാം. അതെ, ഞാൻ ചിന്തിക്കുന്നത് മനസ്സിലായ? ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ജോഫ്രേട്ടൻ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് ലൈഫിൽ ഇപ്പോൾ? അതായത് ആൾക്കാർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, ഇങ്ങനെ ഒരു സപ്പോർട്ട് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം? അല്ലല്ല, ഞാൻ അങ്ങനെ നന്മമൃഗമായിട്ട് തുടങ്ങിയിട്ടതല്ല. ചേട്ടനല്ലേ ഫസ്റ്റ് പറഞ്ഞത് ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ചെയ്തത്? അതെ, ഹെൽപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ല, സപ്പോർട്ട് അല്ല. ഞാൻ അങ്ങനെ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കണത് ഇങ്ങനെ കണ്ടപ്പോ അതിന് വേണ്ടി ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ ഒരു ഐഡിയ ആയിട്ട് അങ്ങനെ തോന്നി. അതിനുള്ളൊരു ഇടം വേണമെന്ന് എനിക്ക് തോന്നിയെന്നുള്ളതാണ്. അപ്പൊ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളതാണ്. സാറ്റിസ്ഫൈഡ് ആണ്, സെറ്റാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് ഇതിൽ കുറച്ചും കൂടി ആൾക്കാർ കൂടുതൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ വെച്ചാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് 1000-ൽ കൂടുതൽ ആളുകൾ ഇപ്പൊ ഈ നേരത്തിനുള്ള വന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇപ്പോഴും ഒരു 10-ൽ താഴെ ആൾക്കാർ അവിടെ ഉള്ളൂ. എത്ര ആക്കണം എന്നാണ്? 100 പേര് വേണം എന്നുള്ളതാണ്. 100ഓളം മടിയന്മാരെ സൃഷ്ടിക്കുന്നതാണ് ആയിരിക്കുന്നത്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ ഒരു 5, 8, 10 പേരൊക്കെ ആയിരിക്കും കറക്റ്റായിട്ടൊക്കെ ഇതൊന്ന് പോയിട്ടുണ്ടാവുള്ളൂ ഈ സമയത്തിനുള്ളിൽ. അപ്പോൾ മടിയനാവുന്ന പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഫെയിലായിട്ടാ പോണേ. അവിടെ വരുന്നവരിൽ എല്ലാവർക്കും പ്രൊഡക്ടിവിറ്റി അല്ല, 99% വരെ ഫെയിലാണ്. അതായത് വരുന്നത് കൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഇല്ലെന്നാണ് ബെനിഫിറ്റ് എന്ന വാക്കിനെ പറയാൻ പറ്റില്ലല്ലോ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു മടിയനാവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോ അവർക്ക് പലർക്കും ഫിനാൻഷ്യലി ഉപകാരപ്പെട്ടവരായിരിക്കും പോകുണ്ടാവുക. അതായത് ചിലരിപ്പോ പെർ മന്ത് 1 ലക്ഷം ആയപ്പോ പോയവരുണ്ട്, പെർ മന്ത് 50,000 ആയപ്പോ പോയവരുണ്ട്, പെർ മന്ത് 2 ലക്ഷം ആയപ്പോ പോയവരുണ്ട്. അവരൊക്കെ ആയിട്ട് സൗഹൃദമുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നും അല്ല എന്ന് മാത്രം. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരാളെ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പൊ അവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ 10 പേര് വരെയല്ലേ ഒരു അറ്റ് എ ടൈം ക്ലാസ്? അല്ല, അങ്ങനെയല്ല, ഇപ്പൊ 10 പേരേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. നമ്മളവിടെ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോവില്ല. 100 പേരുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങള് കുറച്ചുകൂടി രസമായിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നത് 100 CR മുകളിലുള്ള കമ്പനികളാണ്, ഡിഫറെൻ്റ് ആയ കമ്പനികൾ. അവർക്ക് വേണ്ടി പല പദ്ധതികളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഒരു സംരംഭകന്റെ കൂടെ ഒരു നല്ല മടിയൻ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ മാത്രമാണ് ആ സംരംഭകന്റെ വിഷൻ വേഗത്തിൽ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 100 CR മുകളിലുള്ള കമ്പനികളുടെ പദ്ധതികളും പ്രൊജക്റ്റുകളും അവരുടെ ചില റിക്വയർമെന്റുകൾ സോൾവ് ചെയ്യുന്നത് ഈ മടിയനിലൂടെയാണ്. അതായത് അവിടെ എത്തുന്ന സ്റ്റുഡൻസിലൂടെയാണ്. ഞാൻ സ്റ്റുഡൻസ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ആ തോട്ട് പ്രോസസ്സിലുള്ള ആളുകളിലൂടെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ അത് അവരവിടെ വരുന്നത് അവർക്കൊരു പേയ്മെന്റ് ഉള്ള ഒരു വർക്ക് ആയിട്ട് ചെയ്യുന്നതാണോ? അല്ലല്ല, അപ്പൊ ഉദാഹരണം അങ്ങനെയും ഇല്ല. അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. ഒരാൾക്ക് ലോ പഠിക്കാൻ ഇഷ്ടമുണ്ട്, ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ആണ്, വേറൊരാൾ ക്യാമറമാൻ ആണ് ഇരിക്കുക. അപ്പോൾ ഒരു സംരംഭകന് അതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തൊരു വിഷയം ഉണ്ടാണെങ്കിൽ ഒരു 100 CR മുകളിലുള്ളത് മാത്രമേ ഞങ്ങളുടെ അസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവരുടെ കയ്യിലെ സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഇയാൾക്ക് അയാളുടെ നോളജിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്പേസ് ആയിട്ട് അതിന് പേയ്മെന്റ് അവർ കൊടുക്കും ചെയ്യും, ആ ഓണർ കൊടുക്കും. അവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് പേയ്മെന്റും ഉണ്ട്. അതായത് അവര് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ വേണ്ട, അവരവിടെ സമാധാനമായിട്ട് അവിടെ തന്നെ വേണ്ട എന്നതാണ്. അല്ലാത്തവർക്ക് അവർ ആ സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടെ അവർ എന്താണ് ചെയ്യുന്നത് അവിടുന്ന് ആ സ്ഥാപനത്തിന് ഓണർ പേയ്മെന്റ് കൊടുക്കും. മിനിമം എത്രയാണ് ഒരു ഡ്യൂറേഷൻ അവിടെ? നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 2 വർഷത്തിൽ കൂടുതലാവുന്നത് എല്ലാവർക്കും. ഈ 2 വർഷം അവർക്ക് ഇതുപോലെ ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാത്തവർക്ക് ചെയ്യണ്ട, അങ്ങനെയാണ്.
അപ്പോൾ ആദ്യം പറഞ്ഞ പോലത്തെ ഇപ്പൊ ലോണൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഗവൺമെന്റ് അടുത്ത് ഇങ്ങനെ ലെറ്റർ ഒക്കെ കൊടുത്ത് അല്ല അത് അങ്ങനെ പറയാനുപരി അത് ശരിക്കും അങ്ങനത്തെ ഒരു ട്രാപ്പിൽ വന്നവർക്ക് വേണ്ടിയിട്ട് ട്രാപ്പിൽ വന്നവരും ഉണ്ടല്ലോ. നമ്മളിപ്പോ ഗവൺമെന്റില് നമുക്ക് നമ്മുടെ സിറ്റിസൺസിന് കുറെ റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കുറെ റൈറ്റ്സ് തരുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മളാരും അത് അറിയുന്നില്ല. നമ്മൾ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. സത്യത്തില് അവർ നമ്മുടെ സർവൻ്റ് ആണ് അവര്. ഓക്കെ, ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നത് പബ്ലിക് സർവൻ്റ് ആണ്. പബ്ലിക് സർവന്റിനോട് സംസാരിക്കുന്ന പോലെയല്ല നമ്മളിപ്പോഴും അടിയാൻ ഉടയോൻ ബന്ധം പോലെയാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ റൈറ്റ്സിന്, അപ്പം നമ്മുടെ ഇടയിൽ ഗവൺമെന്റ് റൈറ്റ്സും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സും ഒക്കെ കൂടി പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ നമുക്ക് അവരുടെയും കൂടി ഒരു അറിവ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന് വ്യത്യസ്തമായ അറിവുകളിലൂടെ പോവുക എന്നുള്ള കൂടി ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ അടുത്ത കാലത്ത് നാരായണമൂർത്തി ഒരു വിവാദമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. ആൾക്കാർ മിനിമം 72 hours എങ്കിലും വീക്ക്ലി വർക്ക് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ഇങ്ങനെ പറയുന്ന ആൾക്കാരോട്, അതായത് ഈ വർക്കിംഗ് അവേഴ്സ് ഇത്രയും കൂട്ടണം എന്ന് ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അവർക്കത് ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്തോട്ടെ, അത് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇങ്ങോട്ട് വന്നോട്ടെ. അത്രയും ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തെറ്റല്ലോ. ഇപ്പൊ ചില ആളുകൾക്ക് കൃഷിക്കാരുണ്ട്, കർഷകര്, അവര് പാടത്തേക്ക് പോവാ, കൃഷി ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു ജോലിയായിട്ടല്ല കരുതുന്നത്. അവരെന്തൊരു ഭയങ്കര രസകരമായി ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അഭിനേതാക്കള്, രാഷ്ട്രീയക്കാര്, ഇതൊന്നും അവർക്കൊരു ജോലിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, കരുതുന്നില്ല. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കരുതുന്നത്. ഞാനിത് ജീവിതത്തിന്റെ ഭാഗമല്ല എന്ന് കരുതുകയും പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ചിലപ്പോൾ അദ്ദേഹം ആസ്വദിച്ച് ചെയ്യുന്നതായിരിക്കാം. അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടാവും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരും അത്രയും തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് അവരൊക്കെ അത് ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ചാടിപ്പോട്ടെ. അല്ല, ഞാൻ എന്റെ അടുത്തേക്കുള്ളതല്ല, അവർ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യട്ടെ, കൊണ്ടുവരട്ടെ. ഇങ്ങനെ ഇതിപ്പോ ഞാൻ മാത്രമൊന്നല്ല, ഇഷ്ടം പോലെ പേര് ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തവരുണ്ട്, ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഒരുപാട് കാലം പല ജോലികൾ മാറിയിട്ട് അവർക്കിത് മനസ്സിലായിട്ട് ലൈഫിൽ നടപ്പിലാക്കിയവരുണ്ട്. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊരു പുതിയ കാര്യമൊന്നുമല്ല പറയുന്നത്. പക്ഷേ നമ്മൾ എന്തിനു ഇവിടെ വന്നു എന്നുള്ളതാണ്. ഈ ലോകത്ത് എന്തിനാണ് വന്നപ്പോൾ നമ്മൾ സത്യത്തില് ഈ കാലത്ത് മുതൽ വൈകിട്ട് ഒരു പണിയെടുത്ത് ഇങ്ങനെ ജോലിക്ക് പോയി, അത് കഴിഞ്ഞ് കുട്ടി വന്ന് കുട്ടീനെ നോക്കി, അപ്പോഴേക്കും കുട്ടിയുടെ കല്യാണം വന്നു, കാലിന് വേദന വന്നു, അത് കഴിയുമ്പോഴേക്കും അവരുടെ അടുത്ത പരിപാടിയുടെ ബാധ്യത വന്നു, പിന്നെ അതിന്റെ ബാധ്യത അടുത്ത വീട് വന്നു, ആ വീടിന്റെ അവസാനം കഴിഞ്ഞപ്പോഴേക്കും 50 വയസ്സായി. അപ്പൊ മക്കൾ ചോദിക്കും നിങ്ങൾ എനിക്ക് എന്താ ചെയ്യുന്നത്. ഈ സർക്കിൾ വീണ്ടും എന്ത് ചെയ്യാണ്, ലൂപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ലൂപ്പായി ഇഷ്ടപ്പെടുന്നവർക്ക് ആ ലൂപ്പിലേക്ക് പോവാം, ആ ലൂപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനൊന്ന് ബ്രേക്ക് ചെയ്യാം. അപ്പൊ ബ്രേക്കിന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പേരൻസ് ഒക്കെ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോയവരാണ്. അവരെ ഇങ്ങനത്തെ പുതിയ കൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരണം, അപ്പൊ പേരൻസിന് എങ്ങനെയായിരിക്കും അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ? അത് എല്ലാവരും ചാടി വന്നവരാണ്, ആരും ചാടി വരുന്നവരാണ്. പേരൻസിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് എല്ലാവരും വരുന്നത്. അങ്ങനെ പെർമിഷൻ ഇല്ലാതെ വന്നിട്ട് അവർ കുറച്ചുനേരം നിൽക്കുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ഫോൺ വിളി ഉണ്ടാവും. പിന്നെ അവരിതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ലാസ്റ്റ് ഒരാളെന്നെ വന്ന് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയത് അടക്കം ഇൻസിഡന്റ് ഉണ്ട്. അങ്ങനെ ആളെന്ന് തിരിച്ച് ഗൾഫിലും ഉണ്ടായി. ആള് ഒരു 6 മാസമായിട്ട് അവിടെ നിൽക്കാണ്. എന്നിട്ട് ഇപ്പൊ പേരൻസിനെ പറഞ്ഞ മനസ്സിലാക്കി വേണ്ടി ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ. ഇതൊരു ക്ലാസ് അല്ലല്ലോ, ഇതൊരു ജീവിത രീതിയാണ്. അപ്പൊ ഇതൊരു ക്ലാസ് ആയിട്ടോ പഠിപ്പിക്കാനൊന്നും ഇല്ല, ഒന്നും പ്രത്യേകിച്ച് ജീവിത രീതിയാണ്. അപ്പോ ആ താല്പര്യമുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട. അതെ. ചിലര് കുറച്ച് നാൾ വന്ന് തിരിച്ചു വീട്ടിൽ പോകുന്നത് അങ്ങനെയുണ്ട്. പക്ഷെ അത് എന്നാലല്ലേ ആ കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഓൺലൈനിലൂടെ അത് പരിമിതികളുണ്ട്. ഇപ്പൊ ഉദാഹരണം ഒരു സംരംഭകന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞത് അയാളുടെ 25-30 വർഷത്തെ എക്സ്പീരിയൻസ് കേട്ട് തന്നെ ഭീകരമായ മാറ്റമായിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം അത്രയും കാലം കൊണ്ട് അയാൾ പഠിച്ച കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ കിട്ടല്ലേ. നമ്മൾ വീണ്ടും അതേ സമയമാകുമ്പോഴാണ് പലപ്പോഴും വിചാരിക്കും, നമ്മളൊരു ബൈക്ക് വാങ്ങുമ്പോൾ വിചാരിക്കും, അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങുമ്പോൾ വിചാരിക്കും നമുക്കൊരു കാറ് വാങ്ങണമെന്ന്. അപ്പോൾ കാറ് വാങ്ങുന്ന ആൾ നമ്മുടെ മുമ്പിൽ സൂപ്പർ സ്റ്റാർ. കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും BMW ഉള്ള ആൾ നമ്മുടെ സൂപ്പർ സ്റ്റാറായി. ഓക്കെ, BMW വാങ്ങിച്ചു കഴിഞ്ഞാൽ റോൾസ് റോയ്സ് ആളുള്ള സൂപ്പർ സ്റ്റാറായി. റോൾസ് റോയ്സ് കഴിഞ്ഞാൽ പിന്നെ ഹെലികോപ്റ്റർ ഉള്ള ആളാണ് നമുക്ക് സൂപ്പർ സ്റ്റാർ. ഇവരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ഇവർക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്.
അപ്പോഴേക്കും ലൈഫും കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് മുമ്പ് അറിഞ്ഞെങ്കിലോ ആ ഒരു സ്പേസിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരുക്കുന്നത് എന്ന് പറയില്ലേ. എന്താണ് റിയലായിട്ട് സംഭവിക്കണേ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ്. ഇപ്പം നമ്മളുടെ ഇടയിലുള്ള പലരും പല കോർപ്പറേറ്റ്സിൽ ഇപ്പോൾ നമ്മളൊരു 10-30,000 കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ R&D ഭാഗം നമ്മളുടെ കുട്ടികളുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ ഒരു 100 CR റേസ് ചെയ്യേണ്ട ആക്ടിവിറ്റിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളുണ്ട്, മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ കാഴ്ചകൾ കണ്ടവന് മാത്രമേ ഒരു ചെറിയ കാര്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അസാധാരണമായ കാര്യം സാധാരണമായി ചെയ്യണമെങ്കിൽ നിങ്ങളൊരു മടിയനാവണം. അതെ, മനസ്സിലായി. എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ മടിയന്മാരെയും സ്വാഗതം ചെയ്യുന്നു. മടിയന്മാരുടെ കമ്മ്യൂണിറ്റിയുടെ പേരെന്താ? മടിയനാവാൻ ഒരു സ്കൂൾ എന്നാണ് എൻ്റെ പേര്. മടിയനാവാൻ ഒരു സ്കൂൾ. അതെ. ലേസി പ്രണർ എന്ന് പറയുന്നത് ലേസി പ്രണർ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ലേസി പ്രണേഴ്സ് എന്ന് പറയില്ല നമ്മള്. അതായത് ലേസിയും പ്രണർ, ലേസി പ്രണർ, ലേസി മടിയൻ, ലേസി പ്രണർ പ്ലസ് ലേസി പ്രണർ അങ്ങനെ അടിച്ചു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ തന്നെ അവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ അറിയാം. അപ്പോൾ ഇത് കേട്ട കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോഫ്രേറ്റിനെ സമീപിച്ചാൽ മതി. ഉറപ്പായിട്ടും. അപ്പോൾ കാണാം. ബൈ.